ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 3ാം ക്ലാസ്സിലെ ഇൻ ഹാർമണി എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ് പരിചയപ്പെടാം. ആക്ടിവിറ്റി 11 മുതൽ 13 വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ആക്ടിവിറ്റി 1 മുതൽ 10 വരെ ചെയ്ത വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതെല്ലാവരും ഒന്ന് കാണൂ. ആക്ടിവിറ്റി 11ലേക്ക് പോകാം. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. കൂട്ടുകാർ റോക്കി ദ പപ്പി എന്ന സ്റ്റോറി വായിച്ചതല്ലേ? ആ സ്റ്റോറിനെ ഒന്നും കൂടി റീകാസ്റ്റ് ചെയ്ത് എഴുതാനാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് നോക്കി നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പിക്ചറിൽ നോക്കൂ. ഹൂ വോക്ക് അപ്പ് റോക്കി? ആരാണ് റോക്കിയെ എഴുന്നേൽപ്പിച്ചത്? അതുപോലെ അടുത്ത ചിത്രത്തിൽ നോക്കൂ. വാട്ട് ഡിഡ് റോക്കി സീ? റോക്കി എന്താണ് കണ്ടത്? തേർഡ് പിക്ചറിൽ വാട്ട് ഡിഡ് ദ ക്രോ ഡു? കാക്ക എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ? അതിനുശേഷം റോക്കി എന്താണ് ചെയ്തത്? ഹൂ സ്നാച്ച് വിത്ത് ദി ബൺ ഫ്രം റോക്കി? റോക്കിയിൽ നിന്നും എല്ലും കഷ്ണം ആരാണ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത്? വാട്ട് ഹാപ്പൻഡ് ടു ദി ക്രോസ് നെസ്റ്റ് ഓൺ എ റെയിനി ഡേ? മഴയുള്ള ദിവസം കാക്കയുടെ കൂടിന് എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ് ടു ദി മദർ ക്രോ? അമ്മ കാക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഹൂ സേവ്ഡ് ദ മദർ ക്രോ? ആരാണ് അമ്മ കാക്കയെ രക്ഷിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തി നമുക്ക് ഈ സ്റ്റോറിയെ റീറൈറ്റ് ചെയ്ത് എഴുതാം. എല്ലാ സ്റ്റോറിക്കും ടൈറ്റിൽ ആണ് ആദ്യം നൽകേണ്ടത്. സ്റ്റോറിക്ക് നമുക്ക് റോക്കി ആൻഡ് ദി ക്രോ എന്ന് ടൈറ്റിൽ നൽകാം. എ ഡോഗ് നെയ്മഡ് റോക്കി വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ഒരു മരത്തിന്റെ ചുവട്ടിൽ റോക്കി എന്ന് പേരുള്ള ഒരു നായ ഉറങ്ങുകയായിരുന്നു. സം ബീസ് വെർ ഫ്ലൂ അറൗണ്ട് റോക്കി. ചില ഈച്ചകൾ റോക്കിയുടെ ചുറ്റും പാറി നടന്നു. എ ക്രോ ഫ്ലൂ അറൗണ്ട് ദ ബീസ് ആൻഡ് റോക്കി വാക്ക് അപ്പ്. അപ്പോൾ എന്താണ്, ആ ഈച്ചകൾക്ക് ചുറ്റും കാക്കയും പറക്കാൻ തുടങ്ങി. അപ്പോൾ റോക്കി എഴുന്നേറ്റു. ലേറ്റർ റോക്കി സോ എ കാറ്റ് ചേസിംഗ് എ സ്ക്വിറൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ റോക്കി ഒരു അണ്ണാനെ കാറ്റ് ചേസ് ചെയ്ത് പിടിക്കാൻ പോകുന്നത് കണ്ടു. റോക്കി ആൾസോ ചേസ്ഡ് കാറ്റ് ഫോർ ഫൺ. ഒരു തമാശയ്ക്ക് വേണ്ടി റോക്കിയും കാറ്റിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. സ്ക്വിറൽ ഡിസപ്പിയർ അമംഗ് ദി ലീവ്സ്. ആ അണ്ണൻ ഇലകൾക്കുള്ളിലേക്ക് മറഞ്ഞു. റോക്കി ട്രൈ ടു ക്ലൈംബ് അപ്പ് ദി ട്രീ. റോക്കി എന്ത് ചെയ്തത്? മരത്തിൽ കയറാൻ ശ്രമിച്ചു. എ ക്രോ ഈസ് വാച്ചിങ് ഓൾ ഓഫ് ദിസ്. ഇതെല്ലാം കാക്ക കാണുന്നുണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൌണ്ട് റോക്കി. അപ്പോൾ അവൾ റോക്കിയുടെ ചുറ്റും സർക്കിൾ ചെയ്യാൻ, അതായത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്. റോക്കി എന്താ ചെയ്തത്? കാക്ക ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവന്റെ പുറകത്തെ കാലുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. ലേറ്റർ റോക്കി ഗോട്ട് എ ബോൺ. പിന്നീട് റോക്കിക്ക് ഒരു എല്ലും കഷ്ണം കിട്ടി. ദ ക്രോ സ്നാച്ച്ഡ് ദ ബോൺ ഫ്രം റോക്കി. ആ ക്രോ റോക്കിയിൽ നിന്നും ആ ഒരു ബോൺ, എല്ലും കഷ്ണം തട്ടിപ്പറിച്ചു പോയി. സഡൻലി ഇറ്റ് ബിഗൺ ടു റെയിൻ. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ദി ബ്രാഞ്ച് ഓഫ് ദി ട്രീ ബ്രോക്കൺ ആൻഡ് ദ ക്രോസ് നെസ്റ്റ് ഫെൽ ഡൗൺ. ആ മഴയത്ത് മരത്തിന്റെ കൊമ്പ് പൊട്ടി താഴത്തേക്ക് വീണു. കാക്കയുടെ കൂടും നിലത്തേക്ക് വീണു. ദ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. ആ ഒരു പൊട്ടി വീണ മരക്കൊമ്പിന്റെ അടിയിൽ കാക്ക കുടുങ്ങി. റോക്കി സേവ്ഡ് ദി മദർ ക്രോ. അങ്ങനെ ആ ഒരു റോക്കി മദർ ക്രോനെ സേവ് ചെയ്തു. ആക്ടിവിറ്റി 12. ഒബ്സർവ് ദി പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ ഒരു റാബിറ്റിനെ കാണാം അല്ലേ? ആ റാബിറ്റ് ഒരു ചിന്തയിലാണ്, ഒരു തോട്ടിലാണ്. അവൻ എന്താ ചിന്തിക്കുന്നത്? ഒരു ഭൂമിനെ മൊത്തം ഒരു ഹരിതാപമാക്കാൻ അല്ലേ, ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റുക എന്നതാണ് ആ റാബിറ്റിന്റെ ഒരു സ്വപ്നം. അപ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം അവന്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്. അതിൽ ആരൊക്കെയുണ്ട്? റാബിറ്റ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്, കൗ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ക്രോ ഉണ്ട്. അടുത്ത പിക്ചേഴ്സിൽ നോക്കൂ. റാബിറ്റ് ഹോൾസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ക്രോ സീഡ് പാവുന്നുണ്ട് അല്ലേ? ചെടി മുളയ്ക്കുന്നതിനുള്ള വിത്തുകൾ പാവുന്നുണ്ട്. അതുപോലെ എലിഫന്റ് ആ ഒരു വിത്തുകൾക്കെല്ലാം എന്താ ചെയ്യുന്നത്? വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. കൗ കമ്പോസ്റ്റും ചെയ്യുന്നുണ്ടല്ലേ? അതുപോലെ ഈ ചിത്രത്തിൽ നോക്കൂ, ചെടികളെല്ലാം നന്നായി വളരുന്നു. ആ ഒരു ഭൂമി എന്ന് പറയുന്നത്, ആ ഒരു ലാൻഡ് നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായി മാറുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സ്റ്റോറിയായി എങ്ങനെ എഴുതാം എന്ന് നോക്കാം. സ്റ്റോറിക്ക് നൽകിയിരിക്കുന്ന ടൈറ്റിൽ ഇൻ യൂണിറ്റി, അതായത് ഐക്യത്തിൽ. എ റാബിറ്റ് ലിവ്ഡ് ഓൺ ഡ്രൈ ലാൻഡ് വിത്ത് നോ പ്ലാന്റ്സ്. ചെടികളൊന്നുമില്ലാത്ത നല്ല ഒരു വരണ്ട ഭൂമിയിലായിരുന്നു ഒരു റാബിറ്റ്, ഒരു മുയൽ താമസിച്ചിരുന്നത്. ഇറ്റ് വാസ് ഹിസ് ബിഗ് ഡ്രീം ടു മേക്ക് ദാറ്റ് പ്ലേസ് ഗ്രീൻ.
അവന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ആ ഒരു സ്ഥലം നല്ല പച്ചപ്പുള്ളതാക്കുക എന്നത്. Once he met a mouse, an elephant, a cow, a butterfly and a crow and they are become good friends. ഒരിക്കൽ അവൻ ഒരു എലിയെയും എലിഫന്റിനെയും കൗവിനെയും ബട്ടർഫ്ലൈയെയും ക്രോയിനെയും പരിചയപ്പെട്ടു. പിന്നീട് അവർ വളരെ നല്ല സുഹൃത്തുക്കളായി മാറി. They all decide to make the land green. അവരെല്ലാവരും കൂടി ആ ഒരു സ്ഥലത്തെ നല്ല പച്ചപ്പുള്ള സ്ഥലമാക്കി മാറ്റാൻ തീരുമാനിച്ചു. The mouse made holes in the ground to plant seeds. വിത്തുകൾ നടുന്നതിനായി മൗസ് അവിടെ കുഴികൾ ഉണ്ടാക്കി. The crow planted seeds in those holes. ആ ഹോൾസിലെല്ലാം കാക്ക വിത്തുകൾ നടാൻ തുടങ്ങി. The crow told the elephant that if he watered the seeds, they would grow. കാക്ക എലിഫന്റിനോട് പറഞ്ഞു, നീ ഇതിലെല്ലാം നനയ്ക്കുകയാണെങ്കിൽ ആ ചെടികൾ നന്നായി വളരും. The elephant, eager to help, used his trunk to spray water over the dry earth. അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടി ആനയും ആനയുടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ആ ഒരു വരണ്ട ഭൂമിയിൽ വെള്ളം തളിക്കാൻ തുടങ്ങി. The cow added compost to make soil rich. ആ ഒരു ഭൂമിയെ നല്ല ഫലപുഷ്ടിയുള്ളതാക്കാൻ വേണ്ടി പശു എന്താ ചെയ്തത്? പശു അവിടെ കൗവിന്റെ കമ്പോസ്റ്റും ആഡ് ചെയ്തു. Soon little green plants began to grow. പെട്ടെന്ന് തന്നെ അവിടെ ചെറിയ ചെറിയ ചെടികളെല്ലാം വളരാൻ തുടങ്ങി. The rabbit, mouse, elephant, crow and butterfly were all happy to see their land become green. പിന്നീട് ആ ഒരു ഭൂമി നല്ല ഹരിതാഭമാക്കി മാറിയപ്പോൾ റാബിറ്റിനും മൗസിനും എലിഫന്റിനും ക്രോയ്ക്കും ബട്ടർഫ്ലൈക്കും എല്ലാം വളരെ ഹാപ്പിയായി. Activity 13. Observe the picture and the list of animals given below. Write the corresponding number in the space provided. List the animals in the alphabetical order in your notebook. ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചില ആനിമൽസിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അവയുടെ പേരും താഴത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവയുടെ പേരുകളെ ആൽഫബറ്റിക് ഓർഡറിൽ കറക്റ്റ് ഒരു തന്നിരിക്കുന്ന ഓരോ ആനിമൽസിലും തന്നിരിക്കുന്ന ബോക്സ് കണ്ടില്ലേ, അതിൽ ആൽഫബറ്റിക് ഓർഡറിൽ ഏതൊക്കെ ആനിമലാണോ വരിക എന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കണം. അതുപോലെ കറക്റ്റ് ഓർഡറിൽ ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ആ പിക്ചറിൽ തന്നിരിക്കുന്ന അനിമൽസിൻ്റെ നെയിംസ് ആൽഫബറ്റിക് ഓർഡറിൽ തന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു തരാം. അലിഗേറ്റർ, ബിയർ, ചിമ്പാൻസി, ഡിയർ, എലിഫന്റ്, ഫോക്സ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ഇഗ്വാന, ജാഗ്വർ, കങ്കാരു, ലയൺ, മീർക്കറ്റ്, നീൽഗായ്, ഒറാങ്കുട്ടാൻ, പോർസുപിൻ, കുവാക്ക, റാബിറ്റ്, സ്ക്വറൽ, ടൈഗർ, യോയൽ, വോൾ, വാർത്തോഗ്, സെനോറിൻ, യാക്, സീബ്ര. അപ്പോൾ ഇത്രയുമാണ് ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന അനിമൽസിന്റെ നെയിംസ്. ഓക്കെ. ആക്ടിവിറ്റി 14. ഡിജി ടാസ്ക്. വീഡിയോ ക്ലിപ്പ്. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെറ്റ് അനിമൽ ഉണ്ടോ? അതായത് കാറ്റ്, ഡോഗ് തുടങ്ങിയവ. ട്രൈ ടു വീഡിയോ റെക്കോർഡ് ദ ആക്ഷൻസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് യുവർ പെറ്റ് വിത്ത് ഓഡിയോ കമന്ററി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. അതായത് നിങ്ങളുടെ പെറ്റ് അനിമൽസിന്റെ ആക്ഷൻസ് മൂവ്മെന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഓഡിയോ കമന്ററിയും ചേർത്തുകൊണ്ട് നിങ്ങളുടെ ടീച്ചർക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ അയച്ചു കൊടുക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഓഡിയോ ഡയറി. Record an audio clip narrating an interesting event such as the കലോത്സവം, സ്പോർട്സ് മീറ്റ്, etc. held in your school. അതായത് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കലോത്സവം, സ്പോർട്സ് തുടങ്ങിയ ഇവന്റ്സിന്റെ ഏതെങ്കിലും രസകരമായിട്ടുള്ള ഒരു വിവരണം വിവരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഓക്കെ, ഇതും കൂട്ടുകാർ സ്വയം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ ഹാർമണി എന്ന യൂണിറ്റിലെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റീസ് 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1 ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് 3ാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുമായി കാണാം. താങ്ക്